ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള മന്തി റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നാൽ ചിക്കനും മീനും ഒന്നും ചിക്കനും ബീഫൊന്നും പറ്റാത്തവർക്ക് ഈ ഒരു മീൻ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീനിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ പുതിന, പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അറബിക് മസാല, അത് മന്തിൻ്റെതായാലും അല്ലെങ്കിൽ കപ്സൻ്റെതോ ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു അറബിക് മസാല 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കാണ് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്യുക. കാരണം ബീഫോ ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും. അതുപോലെയല്ല, ഈ ഒരു ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഈ ഒരു ക്യാപ്സിക്കം വളരെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞിടുക. എന്നാൽ പെട്ടെന്ന് തന്നെ അതിലേക്കൊന്ന് അലിഞ്ഞിട്ട് ചേർന്നോളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നേരെ കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നേരെ ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 350 ഗ്രാം ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സൈസ് ചെമ്മീനാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊന്ന് നേരെ ആക്കിയിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിനടിയിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലകളും സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഇനി നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറയെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ നിർബന്ധമാണ് കേട്ടോ. ഓയിൽ 1/4 കപ്പ് അളവിൽ എന്തായാലും തന്നെ നിർബന്ധമാണ്. കാരണം ആ ഒരു ഇതിൽ വേണം ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തലയോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കളറ് ചേർത്ത് കൊടുക്കുന്നില്ല. പകരം ഞാനൊരു ടീസ്പൂൺ അളവിൽ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ, ഓവറായിട്ട് ചേർക്കരുത്. നമ്മൾ കളറ് ചേർത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ഇതൊന്നിങ്ങനെ കൈവച്ചിട്ട് നേരെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കതിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഡ്രൈ ലെമണും കൂടെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ആ ഒരു ഉള്ളി എടുത്ത് നേരെ ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളി നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് കഴിയുന്ന സമയത്ത് നമുക്കതിൽ ഉള്ളിയൊന്നും കാണാനേ ഉണ്ടാവില്ല. അത്രക്കും നല്ല രീതിക്കൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി വരുമല്ലോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാനിതൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ സവാളയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നേരെ ആ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള രീതിയിൽ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഞാൻ നേരത്തെ 1 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റി ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മാഗിൻ്റെ ക്യൂബ് ചേർത്താണ്, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നേരെ അരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ ഉള്ളത് കേട്ടോ. ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നേരെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് വേണം നമുക്കിനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ ചോറൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ 2 രീതിയിൽ മന്തി വെക്കാറുണ്ട്. കൂടുതൽ വെള്ളം വെച്ചിട്ട് നമ്മളതിന്ന് ചോറ് ഊറ്റി മാറ്റിയിട്ട് മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാനിത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അരിയിട്ട് കൊടുത്തതിന് ശേഷം ചോറൊന്ന് വെള്ളമൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യുക, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പിന്നെ ഇതൊരു 3-4 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം അരിയൊക്കെ വെന്ത് വരുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഇനിയും വറ്റാനും ഉണ്ട്. നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതിൻ്റെതായി ഒരു എയർ പോകുന്ന ഹോളുണ്ടല്ലോ, അവിടെ നമുക്കൊരു ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങി വേവണം കേട്ടോ ചോറ്. നന്നായിട്ടൊന്ന് ഒരു എയർ അതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് സെറ്റാവട്ടെ. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇത് വേവുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. ബാക്കിയുള്ള വെള്ളം കൂടെ ഒക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൈസിന് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരെ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കളറ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ കഴിക്കാനുള്ളതല്ലേ, നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു യെല്ലോ കളർ നല്ലപോലെ തന്നെ അതിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്ന ശേഷം നന്നായിട്ട് തന്നെ ഈ ഒരു ഡ്രൈ ലെമൺ ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇതങ്ങ് എടുത്ത് മാറ്റിയേക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് കണ്ടില്ലേ, അതിൻ്റെ ചോറൊക്കെ നല്ലപോലെ തന്നെ വേറിട്ട് കിടക്കുന്നുണ്ട്. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. വെള്ളമൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ്റെ സംഭവം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. 1/2 മണിക്കൂറൊക്കെ ആയി ഞാനിത് മാറ്റി വെച്ചിട്ട്. ഇനി നേരെ ഇത് മാറ്റിയിട്ട് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ചെമ്മീൻ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ തന്നെ കണ്ടില്ല, അതിന്ന് ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ടൊന്നും ഒഴിച്ചിട്ടില്ല. സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ്. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന്ന് നല്ലപോലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഓരോന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ചെമ്മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും ഇടണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക്യാപ്സിക്കം നമ്മൾ ഭയങ്കരമായിട്ട് പൊടിയായിട്ട് ഇട്ട് കൊടുക്കണമെന്ന്. എന്നാൽ ഈ ഒരു ചെമ്മീൻ്റെ കൂടെ തന്നെ ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും പൊടിയായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ.
അപ്പോൾ ഇനി ഇതാ തല മാക്സിമം തല ഇതിന്ന് പോവാതെ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറേയൊക്കെ തല പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ മറിച്ചിടുന്ന സമയത്ത് കുറച്ച് ഭാഗം മാത്രമേ തലയുള്ളതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് മറ്റേ സൈഡൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗവും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓവറായിട്ടൊന്നും ഓയിലില്ല, എന്നാൽ കുറച്ച് ഭാഗം ഓയിലുണ്ട് താനും. കാരണം നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. കുറച്ച് ഓയിൽ നമുക്കതിൽ വേണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഈ നേരെ റൈസ് എടുത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ റൈസ് ഇതാ ഞാനിതിൻ്റെ മുകളിൽ ചോറ് മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ കിട്ടണമെന്നുള്ള ആണെങ്കിൽ ഞാനിപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കുക. അതിൽ ചെറിയൊരു പീസ് ചാർക്കോൾ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തുറന്ന് നോക്കരുത്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ റൈസൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഒട്ടും കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. എന്നാലോ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ആ ഒരു സ്മോക്ക് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പം ചെയ്തെടുത്തിട്ടില്ല. ഇനി നേരെ ഈ ഒരു ചൂടോട് കൂടി നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനും മീനൊക്കെ വെച്ച് നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലായിട്ടും ഇതുപോലെ കുറച്ച് സൈസുള്ള ചെമ്മീൻ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനിതാ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അതൊന്ന് ഒരു കഷ്ണം ചെമ്മീനെടുത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് തൂമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് തക്കാളി ചട്നിയും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി നേരതാ കുട്ടികൾക്ക് കൊടുത്ത് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങൾ ബാക്കിയും കൂടെ പോയി കഴിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.